Remember the days we were young, wild and free, basic getting sprung. We used to dance the night away, hang out the whole next. ഹലോ, അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി നിൽക്കണോ. പല്ല് തേക്കലും ഫുഡ് കഴിക്കലൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം എന്നും ഞാൻ ഇത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല്. അപ്പോൾ ഇന്ന് മാറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. 5 ദിവസത്തെ ലീവിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കോളേജിലേക്ക് പോണത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ എത്രയും മുടി കെട്ടിയിട്ടും റെഡി ആയിരുന്നില്ല. ഒരുപാട് വട്ടം മുടിയമ്മ നിന്നിക്കണു. എന്നിട്ടും എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. പോരാത്തിന് കണ്ണെഴുതിയിട്ടൊന്നും റെഡി ആവണുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ നീർച്ചയിലെത്തിയിട്ടോ. അപ്പൊ എന്നോട് ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കണുണ്ട് ഞാൻ എവിടെ പഠിക്കണ്, എന്താ ചെയ്യണെന്ന്. ഞാൻ നീർച്ചയിലാണ് കേട്ടോ പഠിക്കണത്. അപ്പോൾ ഞാൻ പഠിക്കണ കോഴ്സ് ഏതാ വെച്ചാൽ BBA ഇൻ ഏവിയേഷൻ വിത്ത് അയാട്ടയാണ്. അതായത് 3 ഇയർ BBA ഇൻ ഡിഗ്രി വരും, ലാസ്റ്റ് ഇയർ അയാട്ട ഡിപ്ലോമ മേക്കറും കിട്ടുക. അപ്പോൾ ഈ കോഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് BBA പരമായിട്ട് മുന്നോട്ട് പോകാം. ഇനിയിപ്പോൾ അയാട്ട എടുത്തതുകൊണ്ട് തന്നെ എയർപോർട്ടിലും ജോബിൽ നിൽക്കുക. അപ്പോൾ ഇതിൽ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ആണ് കേട്ടോ. നമുക്ക് ക്യാബിൻ ക്രൂ ആവാൻ +2 കഴിഞ്ഞാൽ മതി, അല്ലാതെ വേറെ ഡിഗ്രീൻ്റെ ഡിപ്ലോമൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഡിഗ്രിക്ക് വന്ന് വെച്ചാൽ എനിക്കൊരു ഡിഗ്രി വേണം എന്നുണ്ടായിരുന്നു. പോരാത്തിന് ഞാൻ ഹൈറ്റ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഒരു 4 ഇയറൊക്കെ കൊണ്ടൊക്കെ ഹൈറ്റ് കൂട്ടാന്ന് ഉള്ള വിശ്വാസമുണ്ട് എനിക്ക്. അറിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അങ്ങനെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുള്ള അൺറെഡി വിത്ത് മീ ഉണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. തലയിലുള്ള പിന്നും ബണ്ണും ഒക്കെ എടുത്ത് എറിയണുണ്ട്. ഇതൊക്കെ കളയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 hours ആണ് കേട്ടോ ക്ലാസ് വരുന്നത്. പക്ഷെ അതിന് ഒരുക്കം 2 hours ആണ് വേണ്ടി വരിക. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. മേക്കപ്പ് കളഞ്ഞിട്ടില്ല, കാരണം ഇന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ SM സ്ട്രീറ്റിക്ക്. കാരണം കുറച്ച് സാധനമാനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇടൂല കേട്ടോ. എല്ലാം ഞാൻ അട്ടിക്കെ റെഡിയാക്കി വെക്കും. അത് ബെൽറ്റ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും ബണ്ണാണെങ്കിലും ഒക്കെ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പുണ്ടാവും കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ. സാധാരണ എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കണം ഇഷ്ടമല്ല, പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ഉച്ചക്കത്തെ ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവലുണ്ട് കേട്ടോ. പപ്പടം, അച്ചാർ, അങ്ങനെ ഉപ്പേരിയൊക്കെ നല്ല ഉണ്ടാവും. എനിക്കതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഒരു കൊളാബറേഷൻ ഡ്രസ്സ് കിട്ടിയത് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ SM സ്ട്രീറ്റിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിലിടാൻ പോകുന്ന ടീഷർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങൾ പറയുമ്പോൾ കുറേ സാധനങ്ങളൊന്നും വാങ്ങാനുള്ള കുറേ അല്ലറ ചില്ലറ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ടീഷർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് സിൽവർ ചെയിനും പിന്നെ ഒരു ഗോൾഡൻ ഇയറിങ്ങും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഈ നൃത്തത്തിന് കാരണം വേറെ ഒന്നല്ല കേട്ടോ, നല്ല മഴ പെയ്യണുണ്ട്. ഇത്രയും കാലം നല്ല വെയിലുള്ള ടൈമിലൊന്നും ഞങ്ങൾക്ക് പോകാൻ തോന്നിയിരുന്നില്ല. ഇപ്പം മഴ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നത്. ഇപ്പം ഈ പട്ടിയെടുത്ത് പോകുന്നത് ഞങ്ങളെ ഹോസ്റ്റലിലുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഓള് വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ മഴ ആണെങ്കിലും ഞങ്ങൾ ഇറങ്ങി കൊടയൊക്കെ ചൂടിയിട്ട്. എൻ്റെ മുടി കണ്ടാൽ അറിയാം ഞങ്ങൾക്ക് മഴയുടെ ആഫ്റ്റർ എഫക്ട്സ്. അപ്പം ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോയിരുന്നത്. തിരക്കുള്ള ബസ്സിലാണെങ്കിലും ഞാൻ വീഡിയോ ഒക്കെ എടുത്തുക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. SM സ്ട്രീറ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മഴ പോയിരുന്നു. ഞാൻ കരുതിയിരുന്നു ഇപ്പോൾ ഈ മഴയത്ത് കൊട ചൂടിയിട്ട് ഷോപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുമെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നെയിൽ പോളിഷ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള നെയിൽ പോളിഷ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഒരു പറഞ്ഞ പോലത്തെ ന്യൂഡ്, ബർഗണ്ടി ഓഫ് ഷെയ്ഡ്സുകളൊട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ ഹെയർ ജെല്ല്, പിന്നെ നെറ്റൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്ര കാലം യൂസ് ചെയ്തിരുന്ന ഡോണറ്റും നെറ്റും യൂപ്പിനൊക്കെ എൻ്റെ ഹോസ്റ്റലത്തെ ഒരു കുട്ടീൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചെന്ന് വാങ്ങി. ഞാൻ വന്നപ്പോൾ ഇതൊന്നും കൊണ്ടുവന്നിരുന്നില്ല. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്ട്. അപ്പോൾ പോണ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഫുഡ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇനിയാണ് ഒറിജിനലായിട്ട് തിരിച്ചു പോകണത്. അപ്പോൾ അവിടുന്ന് ഷോപ്പ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നെറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പോരാത്തിന് നമ്മളെ നെയിൽ പോളിഷ് ഉണ്ട്,
ഗമ്മുണ്ട്, ക്രാബുണ്ട്, പിന്നെ യൂപ്പിന്നുണ്ട്, പിന്നെ ഹെയർ ജെല്ലുണ്ട്. ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇനിയാണ് ഞാൻ എന്തിനാ ഡബിൾ ടാപ്പ് വാങ്ങിയെന്ന് പറഞ്ഞുതരാൻ പോണത്. ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഫ്രെയിമും പിന്നെ അതുപോലെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ് വന്നത്, ഫ്ലവർ വേസൊക്കെ ഇട്ട്. അപ്പോൾ അതിലുള്ള ഫ്രെയിമൊക്കെ ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചു. പോരാത്തതിന് പോളറൈഡ് ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും ഞാൻ ചുമരും ഒട്ടിച്ച് വെച്ചു. ഈവൻ അവിടെ നല്ല ചളി ഉണ്ടെങ്കിലും നമ്മളൊരു ഇഷ്ടമല്ല കരുതിയിട്ട് അങ്ങനെ ഒട്ടിച്ചതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ പഠിക്കണ സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത്. അങ്ങനെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോ എന്ന് പറയണേ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ. Night away, hang out the whole next day, laughing, having